1992 ഫെബ്രുവരി മാസം 12 യുണൈറ്റഡ് കിങ്ഡം. സമയം കൃത്യം വൈകുന്നേരം 3:30. ഡെന്നിസ് ബൾജർ എന്ന സ്ത്രീ തന്റെ 2 വയസ്സുള്ള മകനായ ജെയിംസ് ബൾജർ എന്ന കുഞ്ഞുമായി ഒരു ബന്ധുവിന്റെ കൂടെ സ്ട്രാൻഡ് എന്ന ഇംഗ്ലണ്ടിലെ വളരെ പ്രസിദ്ധമായ വലിയൊരു ഷോപ്പിംഗ് സെന്ററിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ ജെയിംസിന് 2 വയസ്സ് മാത്രമാണ്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ അവന്റെ അമ്മ അവന്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഓരോ കടകളിലായി കയറി ഇറങ്ങിയതിനു ശേഷം പച്ചസ് എന്ന പുറംനാടുകളിൽ പറയുന്ന ഇറച്ചിക്കടയിലേക്ക് പോയി. അന്ന് രാത്രി ഡിന്നറിന് ആവശ്യമായ ഇറച്ചി അവിടെ നിന്നും വാങ്ങിയിട്ട് പേഴ്സിൽ നിന്നും പൈസ എടുക്കാനായി തന്റെ മകനെ പിടിച്ചിരുന്ന കൈ അവർ അല്പസമയത്തേക്ക് വിട്ടു. ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ജെയിംസ് തന്റെ അമ്മ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ആ കടയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. ഇപ്പൊ പണം കൊടുത്ത് അവസാനിച്ചതിനു ശേഷം പുറത്തേക്ക് വന്ന് വീട്ടിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുമ്പോഴാണ് ജെയിംസ് തന്റെ കൂടെ ഇല്ല എന്നുള്ളത് ആ അമ്മ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ അവൻ അടുത്തുള്ള കടകളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും എന്ന് കരുതി അവിടെ എല്ലാം ചെന്ന് തിരയാൻ തുടങ്ങി. എന്നാൽ എവിടെ തിരഞ്ഞിട്ടും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് സ്ട്രാൻഡ് ഷോപ്പിംഗ് സെന്ററിലെ സെക്യൂരിറ്റി അധികാരികളോട് ചോദിക്കുന്നു. ഇപ്പൊ സമയം 4:15 ആയിട്ടുണ്ടാകും. സെക്യൂരിറ്റി അധികാരികളും ജെയിംസ് ഏത് വസ്ത്രമാണ് ധരിച്ചത്, ഏത് നിറമാണ്, അവന്റെ വയസ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ജെയിംസിനെ കാണാനില്ല എന്ന് അവിടെയുള്ള മൈക്കിലൂടെ ഒരു അറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. സ്ട്രാൻഡ്സ് ഒരു വലിയ ഷോപ്പിംഗ് മാൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അവിടെ തിരയുന്നു. പക്ഷെ ജെയിംസിനെ അവിടെ എവിടെയും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഉടനെ ഡെന്നിസ് തന്റെ മകൻ ജെയിംസിനെ കാണാനില്ല എന്ന് പോലീസിൽ ഒരു പരാതി കൊടുത്തു. ഇപ്പോ അവിടെ വന്ന പോലീസുകാരും ആ ഷോപ്പിംഗ് സെന്റർ മാത്രമല്ല അതിനടുത്തും പുറത്തും എല്ലാ സ്ഥലങ്ങളിലും തിരയാൻ തുടങ്ങി. എന്നാൽ കാണാതായി 24 മണിക്കൂറായി, ഒരു ദിവസമായി. എന്നിട്ടും ജെയിംസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്നും അവനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവനെ കാണാതായി 2 ദിവസം കഴിഞ്ഞ് ഒരു റെയിൽവേ ട്രാക്കിനടുത്ത് ജെയിംസിന്റെ ചേതനയേറ്റ ശരീരം കണ്ടെത്തി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് തുടക്കത്തിൽ ഞാനൊരു വാർണിംഗ് നൽകാം. ഈ ഒരു വീഡിയോ നിങ്ങളിൽ ചിലർക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിരിക്കും. കാരണം അത്രയേറെ വേദന നിറഞ്ഞ വളരെ മോശമായ ഒരു കൊലപാതകമാണ്. ഇത് ചെയ്തവൻ 2 വയസ്സുള്ള ആ ചെറിയ കുഞ്ഞിനെ എങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്ത് കൊന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ തീർച്ചയായും ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് അത് സഹിക്കാനേ സാധിക്കില്ല. അതിനാൽ ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കൊരു വാർണിംഗ് നൽകാം. ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. 2 വയസ്സുള്ള കുഞ്ഞാണ് എന്ന് പോലും നോക്കാതെ ഒരുപാട് ടോർച്ചർ കൊടുക്കുകയും വളരെ പരിതാപകരമായി മരിച്ച ജെയിംസിന്റെ മരണം ഇന്നും ആരും മറന്നിട്ടില്ല. ഈ ഒരു സംഭവം നടന്ന 30 വർഷം കഴിഞ്ഞിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇന്നും വലിയൊരു ആഘാതമുണ്ടാക്കുന്ന ഒരു കേസാണിതെന്ന് പറയാം. ജെയിംസ് ബൾജറിന് അന്ന് എന്ത് സംഭവിച്ചു? ആ ചെറിയ കുഞ്ഞിനെ കൊന്നത് ആരാണ്? എങ്ങനെയെല്ലാമാണ് അവനെ ടോർച്ചർ ചെയ്ത് കൊന്നത്? അവസാനം പോലീസ് ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് വളരെ വ്യക്തമായി നമ്മൾ അറിയാൻ പോകുന്നത്. ഫെബ്രുവരി മാസം 13, അതായത് ജെയിംസ് കാണാതായി ഒരു ദിവസമായി. അപ്പോഴും ജെയിംസിനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഷോപ്പിംഗ് സെന്ററിലെ CCTV ഫൂട്ടേജസ് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൽ ജെയിംസ് മറ്റ് 2 ചെറിയ കുട്ടികളുടെ കൂടെ ആ ഷോപ്പിംഗ് സെന്ററിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച പതിഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ അതായിരുന്നു ആ ഷോപ്പിംഗ് സെന്ററിലെ CCTV റെക്കോർഡായ വീഡിയോ. ജെയിംസ് ആ 2 ചെറിയ കുട്ടികളും പോകുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിലെ ക്യാമറ ക്വാളിറ്റി വളരെ കുറവായതുകൊണ്ട് ആ 2 ചെറിയ കുട്ടികൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനും സാധിച്ചില്ല. ജെയിംസ് അന്ന് ധരിച്ചിരുന്ന ആ ഒരു വസ്ത്രം വെച്ചാണ് ജെയിംസിന്റെ അമ്മ പോലും ഇതാണ് ജെയിംസ് എന്നുള്ളത് കണ്ടുപിടിച്ചത്. ജെയിംസിനെ കാണാതായെങ്കിലും ഈ ഒരു ഫൂട്ടേജ് കണ്ട എല്ലാവർക്കും അതൊരു അല്പം ആശ്വാസം നൽകി. കാരണം ജെയിംസ് ഒരു വലിയ ആളുടെ കൂടെയാണ് പോയതെങ്കിൽ അതൊരു തട്ടിക്കൊണ്ടുപോകൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ 2 ചെറിയ കുട്ടികളുടെ കൂടെയായിരുന്നു അവൻ പോയത്. അവരാണ് ജെയിംസിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇതായിരുന്നു ആ ഫൂട്ടേജിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് കണ്ട ആരും അത്ര ഭയപ്പെട്ടില്ല. എന്നാൽ ഈ ഒരു കാരണം കൊണ്ടാണ് അതിനുശേഷം ജെയിംസിന് നടന്ന ക്രൂരത ആരെക്കൊണ്ടും താങ്ങാനാകാത്തത്. ജെയിംസിന് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് ആദ്യം ആ 2 കുട്ടികൾ ആരാണെന്നുള്ളത് അറിയണം. ഇപ്പൊ ഷോപ്പിംഗ് സെന്ററിന് അടുത്തുള്ള ഏരിയയിൽ 60 ചെറിയ കുട്ടികളോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു.
TV, ന്യൂസ് പേപ്പർ എല്ലാ മാധ്യമങ്ങളിലും ഈ CCTV ഫുട്ടേജ് പബ്ലിഷ് ചെയ്തു. അതിലൂടെ ജെയിംസിനെയും ഈ 2 ചെറിയ കുട്ടികളെയും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇവയെല്ലാം ജെയിംസ് കാണാതായി 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ആ CCTV ഫുട്ടേജ് അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് അതിൽ കാണുന്ന ആ 2 ചെറിയ കുട്ടികൾ ആരാണെന്ന് ജനങ്ങളെ കൊണ്ടുപോലും കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് പോലീസിനും യാതൊരു വിവരവും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജെയിംസ് കാണാതായി 2 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി മാസം 14-ാം തീയതി ജെയിംസിന്റെ ചേതനയറ്റ ശരീരം കണ്ടെത്തി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഷോപ്പിംഗ് സെന്ററിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിൽ അവിടെയുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ ജെയിംസിന്റെ മരിച്ച ശരീരം വളരെ ക്രൂരമായ അവസ്ഥയിൽ കണ്ടെത്തി. ജെയിംസിന്റെ ശരീരം ആദ്യമായി കണ്ടത് ആ റെയിൽവേ ട്രാക്കിനടുത്ത് കളിക്കാൻ വന്ന 2 ചെറിയ കുട്ടികളാണ്. സാധാരണ ഒരു ഡെഡ് ബോഡി ചെറിയ കുട്ടികൾ കാണുകയാണെങ്കിൽ അതവരെ വല്ലാതെ എഫക്ട് ചെയ്യും. ഇപ്പോ ഈ 2 ചെറിയ കുട്ടികളും അതുപോലെ വളരെ മോശമായ അവസ്ഥയിൽ വളരെ ക്രൂരമായ രീതിയിലായിരുന്നു ജെയിംസിന്റെ ശരീരം കണ്ടത്. അതുകൊണ്ട് അവരും ഭയന്ന് മാനസികമായി വല്ലാതെ ബാധിക്കപ്പെട്ടു. കാരണം ജെയിംസ് ആയിരുന്ന ആ ഒരു അവസ്ഥ അത്രത്തോളം ഭീകരമായിരുന്നു. ജെയിംസിന്റെ ആ ജീവനില്ലാത്ത ശരീരം എങ്ങനെയായിരുന്നു കിടന്നതെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയമിടിപ്പ് കൂടിയതായും ശ്വാസമുട്ടലുണ്ടായതുപോലെ അനുഭവപ്പെട്ടു എന്ന് ഒരുപാട് പേർ പറഞ്ഞു. ജെയിംസിന്റെ മുഖത്ത് കണ്ണുകളിൽ നീല നിറത്തിലുള്ള പെയിന്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ജെയിംസിന്റെ വായ്ക്കുള്ളിൽ ഒരുപാട് ബാറ്ററികൾ ഉള്ളിലേക്കിട്ട് അമർത്തിയ ഒരവസ്ഥയിലായിരുന്നു. ഇവ രണ്ടും പോലീസിന് വളരെ വ്യത്യസ്തമായി വിചിത്രമായി തോന്നി. ഭ്രാന്തിന്റെ അങ്ങേയറ്റമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രത്തോളം ടോർച്ചർ ചെയ്ത് കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതും 2 വയസ്സുള്ള കുഞ്ഞ് എന്നുപോലും നോക്കാതെ. വീണ്ടും പല ക്രൂരതകൾ ആ കുഞ്ഞിനോട് ചെയ്തിട്ടുണ്ടെന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു. ജെയിംസിന്റെ ഇടുപ്പിന് താഴെ വസ്ത്രമൊന്നുമില്ലായിരുന്നു. ജെയിംസിനെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അവന്റെ തലയിൽ മാത്രം ഏകദേശം 42 മുറിവുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ജെയിംസിന്റെ തലയിൽ അടിക്കാൻ ഉപയോഗിച്ച ഒരു അയൺ കമ്പിയും ആ റെയിൽവേ ട്രാക്കിന് സമീപം ജെയിംസിന്റെ ഡെഡ് ബോഡിക്ക് കുറച്ച് അടുത്തായി കിടന്നിരുന്നു. ഇതിൽ വളരെ ക്രൂരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ജെയിംസിനോട് ഇത്രയേറെ ക്രൂരതകൾ ചെയ്തതിന് ശേഷവും അവന്റെ ആ ശരീരം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടിട്ട് പോയി. ഇത് കഴിഞ്ഞ് ആ ട്രാക്കിലൂടെ പോയ ട്രെയിൻ ജെയിംസിന്റെ ശരീരത്തിന് മുകളിലൂടെ കടന്നുപോയപ്പോൾ ആ ശരീരം 2 കഷ്ണങ്ങളായി വേർപിരിഞ്ഞു. ഇങ്ങനെ ഇനി പറയാൻ പോലും കഴിയാത്ത പല ക്രൂരതകൾ അനുഭവിച്ച ഒരവസ്ഥയിലായിരുന്നു ജെയിംസിന്റെ ആ ശരീരം അവസാനമായി കണ്ടെത്തിയത്. ഇക്കാര്യം പുറത്തെറിഞ്ഞതും മുഴുവൻ UK-യും ഇത് ഞെട്ടിപ്പിച്ചു. ഒരു ചെറിയ കുഞ്ഞിന് എപ്പോഴും നടക്കാത്ത ഒരു സംഭവമായിരുന്നു അന്ന് ജെയിംസിന് സംഭവിച്ചത്. ഷോപ്പിംഗ് സെന്ററിൽ നിന്നും റെയിൽവേ ട്രാക്കിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു പക്ഷേ ആ 2 ചെറിയ കുട്ടികളാണോ ജെയിംസിനെ ഈ സെന്ററിൽ നിന്നും റെയിൽവേ ട്രാക്കിനടുത്തേക്ക് കൊണ്ടുപോയത്? അങ്ങനെയാണെങ്കിൽ അവർ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനുള്ള സാധ്യതയില്ല. തീർച്ചയായും ഇത്രയും ദൂരം നടന്നു തന്നെയായിരിക്കണം പോയിട്ടുണ്ടാവുക. അതിനാൽ ആ വഴി നടന്നു പോയവർ വന്നവർ ഇങ്ങനെ എല്ലാവരോടും പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചതിൽ 6 കിലോമീറ്റർ എന്നത് ഒരു വലിയ യാത്ര ആയതുകൊണ്ട് തന്നെ ഏകദേശം 38 പേർ ആ 3 പേരെ കണ്ടതായി പറഞ്ഞു. ചെറിയ കുഞ്ഞായ ജെയിംസ് ചെറുതായി കരഞ്ഞതുപോലെ ആ 2 കുട്ടികളുടെ കൂടെ പോയത് കണ്ടു എന്നൊരാൾ പറഞ്ഞു. ജെയിംസിന്റെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു, രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അവനെ കണ്ടുവെന്നും ചിലർ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വരാം, ഇവരെല്ലാം കണ്ടു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തന്നെ എന്തുകൊണ്ട് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോയില്ല, കാര്യം അന്വേഷിച്ചില്ല എന്ന് ചിലർ പോയി ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീ പോയി ചോദിച്ചപ്പോൾ ആ 2 ചെറിയ കുട്ടികൾ പറഞ്ഞത് ഇവൻ ആരെന്ന് പോലും അറിയില്ല, തലയിൽ മുറിവുണ്ടായിരുന്നു, ഒരുപക്ഷെ ഇവൻ മിസ്സായിട്ടുണ്ടാകാം, കരയുന്നുണ്ട്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ആ സ്ത്രീയും ഓ അങ്ങനെയാണോ, ഇതുവഴി പോയാൽ പോലീസ് സ്റ്റേഷൻ എത്തുമെന്ന് ചില ഡയറക്ഷൻസ് പറഞ്ഞു കൊടുത്തു. എന്നാൽ മറ്റൊരാൾ ചോദിച്ചപ്പോൾ ആ 2 കുട്ടികളും പറഞ്ഞ മറുപടിയാണ് ഈ ഒരു കേസിനെ തന്നെ തലകീഴാക്കി മാറ്റിയത്, ഇതിനെ മറ്റൊരു ഘട്ടത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ വഴിയൊരുക്കിയത്. അങ്ങനെ മറ്റൊരാളോട് ആ 2 ചെറിയ കുട്ടികളും പറഞ്ഞത് ഇതെന്റെ സഹോദരനാണ്, അവൻ താഴെ വീണു, അതുകൊണ്ടാണ് കരയുന്നത്, വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ചോദിച്ചവരോടൊക്കെ അവർ മാറി മാറി പറയാൻ തുടങ്ങി. ഇങ്ങനെ ഈ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ 2 ചെറിയ കുട്ടികളെ കുറിച്ചുമുള്ള വിവരം കിട്ടിയത്. അതിൽ ഒരാൾ 10 വയസ്സുള്ള ജോൺ വെനബിൾ. അന്ന് അവൻ തന്റെ സുഹൃത്തുമായി സ്കൂൾ കട്ട് ചെയ്ത് കറങ്ങാൻ പോയി എന്ന് ഒരു സ്ത്രീ പറഞ്ഞു. അങ്ങനെ ഈ ഒരു കുട്ടിയുടെ വിവരം കിട്ടി. അത് വെച്ച് മറ്റൊരു കുട്ടിയും കണ്ടുപിടിക്കുന്നു. അവനും ജോണിന്റെ കൂടെ പഠിക്കുന്ന 10 വയസ്സുള്ള റോബർട്ട് തോംസൺ. പോലീസ് ജോൺ റോബർട്ടിനെ ആദ്യം വളരെ നോർമലായി അന്വേഷിക്കാനാണ് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ജെയിംസിന്റെ മരിച്ച ശരീരത്തിൽ അവന്റെ മുഖത്തിൽ കണ്ണിലുണ്ടായിരുന്ന അതേ ബ്ലൂ നിറത്തിലുള്ള പെയിന്റ് റോബർട്ടിന്റെ ഷൂ ലേസിലുണ്ടായിരുന്നത് ശ്രദ്ധിക്കുന്നു. അതുമാത്രമല്ല, ഇതിനുശേഷം ഫോറൻസിക് ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ജോൺ, റോബർട്ട് ഈ 2 പേരും സംഭവം നടന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും
റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ ജോൺ, റോബർട്ട് ഈ രണ്ടുപേരെയും ഔദ്യോഗികമായി ചോദ്യം ചെയ്യാനും അവരിൽ നിന്ന് മൊഴി വാങ്ങാനും അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ സ്റ്റേഷനിൽ പ്രത്യേകം സ്ഥലങ്ങളിൽ വെച്ച് രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് സംഭവം നടന്ന അന്നത്തെ ദിവസം സ്കൂൾ കട്ട് ചെയ്തിട്ട് രണ്ടുപേരും കറങ്ങാൻ പോകുമ്പോൾ സ്ട്രാൻഡ് ഷോപ്പിംഗ് സെന്ററിൽ പോയി. അവിടെ ചെന്ന് അവിടെയുള്ള ചില വസ്തുക്കൾ മോഷ്ടിച്ചു. രണ്ടുപേരും പല വികൃതികൾ കാണിച്ച് കറങ്ങി നടന്നു. ഇങ്ങനെ മോഷ്ടിക്കുന്നത് ഇവർക്ക് പുത്തരിയൊന്നുമല്ല. രണ്ടുപേരുടെ കുടുംബവും പറയത്തക്ക രീതിയിൽ നല്ല കുടുംബവുമല്ല. രണ്ടുപേരും സ്പോയിൽഡ് കിഡ്സ് എന്നൊക്കെ പറയും, അതുപോലെയാണ്. അന്വേഷണ തുടക്കത്തിൽ രണ്ടുപേരോട് എന്ത് ചോദിച്ചാലും തങ്ങൾക്കൊന്നും അറിയില്ല എന്നതുപോലെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചോദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക, ശരിയായി മറുപടി പറയാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നാലും പതിയെ അവർ സത്യം പറയാൻ തുടങ്ങി. അന്ന് സ്ട്രാൻഡ്സ് ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് ബ്ലൂ പെയിന്റ്, ബാറ്ററീസ്, ഇങ്ങനെ ചില വസ്തുക്കൾ അവർ മോഷ്ടിച്ചു. അതിനുശേഷം അവിടെ തന്നെ ചില സമയം കറങ്ങി നടന്നു. അപ്പോഴാണ് പെട്ടെന്ന് ജോണിന് ഒരു ചെറിയ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. റോബർട്ടിനോട് അവന്റെ ആ ഒരു പദ്ധതി പറയാനും തുടങ്ങി. റോബർട്ടിനും സമ്മതമാണ്. ജെയിംസിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് 1 മണിക്കൂർ മുൻപ് ആ ഷോപ്പിംഗ് സെന്ററിൽ വന്നിരുന്ന മറ്റൊരു കുഞ്ഞിനെയായിരുന്നു ഇവർ രണ്ടുപേരും ലക്ഷ്യമിട്ടത്. എന്നാൽ ആ കുഞ്ഞിന്റെ അമ്മ ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് തട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നീടാണ് ബച്ചർ എന്ന ഈ ഒരു ഇറച്ചിക്കടയ്ക്കടുത്ത് ജെയിംസ് മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഈ രണ്ടുപേരും ശ്രദ്ധിച്ചു. അങ്ങനെ ജെയിംസിനെ ആ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. തുടക്കത്തിൽ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ അത് കഴിഞ്ഞാണ് കൊന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന ചിന്ത വരാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെ കൊല്ലാം, എങ്ങനെ കൊന്നാൽ നന്നായിരിക്കുമെന്ന് ചിന്തിച്ചു. റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന് മുൻപിൽ തള്ളിയിടാമോ എന്ന പദ്ധതി ഇട്ടു. എന്നാൽ അവർ പദ്ധതി ഇട്ടതുപോലെ ചെയ്യാൻ സാധിച്ചില്ല. അടുത്ത ജെയിംസിനെയും കൊണ്ട് ഒരു വലിയ കനാലിനടുത്തേക്ക് ചെന്നു. മുകളിൽ നിന്നും താഴെ ഒഴുകുന്ന വെള്ളം ജെയിംസിന് കാണിച്ചു കൊടുത്തു. അവനെ നോക്കാനും ആവശ്യപ്പെട്ടു. അവൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു അല്പസമയം കഴിഞ്ഞ് അവൻ തന്നെ അതിലേക്ക് വീഴും എന്നവർ ചിന്തിച്ചു. എന്നാൽ ജെയിംസ് അതിൽ വീണില്ല. ഇപ്പോൾ രണ്ടാമത്തെ പദ്ധതിയും നടക്കാതായപ്പോൾ ഈ രണ്ടുപേർക്കും ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ 2 വയസ്സുള്ള ചെറിയ കുഞ്ഞായ ജെയിംസിനെ ഈ 2 ചെറിയ കുട്ടികൾ ചേർന്ന് പരസ്പരം അടിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങി. ചെറിയ കുഞ്ഞായ ജെയിംസിന് തനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെ അമ്മയെ തിരഞ്ഞ് അമ്മ വേണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ആ കനാലിനടുത്തുള്ള ഒരു ചെറിയ മതിലിന് മുകളിൽ കയറി നിന്ന് അതിന് മുകളിൽ നിന്ന് ജെയിംസിനെ താഴേക്ക് തള്ളിയിട്ടു. അങ്ങനെ ജെയിംസിന്റെ തലയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അതിനുശേഷമാണ് ജെയിംസിനെ അവിടെയുള്ള റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ പോകുന്ന വഴിയിൽ പോലും ജെയിംസിനെ അവർ വെറുതെ വിട്ടില്ല. അവനെ കുത്തുകയും അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. നേരത്തെ തന്നെ തലയിൽ മുറിവുണ്ടായിരുന്നത് കൊണ്ട് ജെയിംസ് വേദനയിൽ വീണ്ടും കരയാൻ തുടങ്ങി. അമ്മ വേണം എന്ന് പറഞ്ഞ് അമ്മ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇപ്പോൾ റെയിൽവേ ട്രാക്കിന് അടുത്ത് വന്നതിന് ശേഷം ജെയിംസിനെ ആ 2 പേരും ചേർന്ന് വീണ്ടും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. വളരെ ക്രൂരമായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ 2 പേരും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നാലും അവർ ടോർച്ചർ ചെയ്ത ആ രീതി വളരെ ഭയങ്കരമായിരുന്നു. ആ 2 ചെറിയ കുഞ്ഞുങ്ങളെയും ചോദ്യം ചെയ്യുമ്പോഴെടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് യൂട്യൂബിലുണ്ട്. അതിൽ എങ്ങനെയെല്ലാം ആ കുഞ്ഞിനെ ടോർച്ചർ ചെയ്തു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ടെലഗ്രാമിലും ഞാൻ അപ്ലോഡ് ചെയ്യാം, അതൊന്ന് കേട്ട് നോക്കുക. പക്ഷേ കേൾക്കുമ്പോൾ തീർച്ചയായും ദുഃഖം തോന്നിപ്പിക്കും. എങ്ങനെ 2 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഈ 2 പേരും ചെയ്ത ക്രൂരതകൾ താങ്ങാനാകാതെ ഒരു ഘട്ടത്തിൽ ജെയിംസ് മരിക്കുന്നു. അതിനുശേഷം അവർ ചെയ്ത ഈ ഒരു കൊലപാതകം ഒരു അപകടമെന്ന് വരുത്തി തീർക്കാൻ ജെയിംസിന്റെ ആ ശരീരം ട്രാക്കിൽ വെച്ചിട്ട് ട്രെയിൻ പോകുന്നതുവരെയും അവിടെ കാത്തു നിൽക്കുകയും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒന്നും നടക്കാത്തതുപോലെ, ഒന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. പ്രോപ്പറായ എവിഡൻസ്, വിറ്റ്നസ്, കൂടാതെ അവർ തന്നെ നൽകിയ മൊഴി, ഇതെല്ലാം വെച്ചുകൊണ്ട് ജോൺ, റോബർട്ട് ഇവർക്ക് മർഡർ, അബ്ഡക്ഷൻ കുറ്റങ്ങൾ ചുമത്തി. ബ്രിട്ടീഷ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ പ്രായം കുറഞ്ഞ കൊലപാതകികളായി ജോൺ, റോബർട്ട് അറിയപ്പെട്ടു. ജെയിംസ് ബൾജർ കാണാതായ അന്ന് മുതൽ 10 ദിവസം കഴിഞ്ഞ്, അതായത് ഫെബ്രുവരി മാസം 22, ജോൺ, റോബർട്ട് ഇവർ ആദ്യമായി കോടതിയിൽ ഹാജരാകുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കോടതിക്ക് പുറത്ത് ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടി ദേഷ്യത്തിൽ പ്രതിഷേധിക്കാൻ തുടങ്ങി. കേസും പല മാസങ്ങളായി നടക്കുന്നു. ഈ കേസ് നടക്കുന്ന സമയങ്ങളിൽ ജോൺ ചില സമയങ്ങളിൽ കരഞ്ഞുകൊണ്ടിരുന്നാലും റോബർട്ടിന് യാതൊരു വികാരവുമില്ലായിരുന്നു. അതുമാത്രമല്ല, ചില സമയങ്ങളിൽ ജെയിംസിനെ അവർ എങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്തു എന്നുള്ള ആ ക്രൂരതകളെ കുറിച്ച് പറയുമ്പോൾ അവൻ വളരെ വ്യത്യസ്തമായി ചിരിക്കുകയും വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറുകയും ചെയ്തു.
നവംബർ മാസം 24 ജോൺ റോബർട്ടിന് രണ്ടുപേർക്കും 11 വയസ്സുള്ളപ്പോൾ അവർക്ക് രണ്ടുപേർക്കും 8 വർഷത്തെ ജയിൽ ശിക്ഷ നൽകി. രണ്ടുപേരെയും 2 ചൈൽഡ് പ്രിസണിലേക്ക് അയക്കുന്നു. എന്നാൽ UK-യിലെ ചൈൽഡ് പ്രിസൺ ആഡംബരമായ ജീവിതമുണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസം, നല്ല ഭക്ഷണം, ജയിലിനുള്ളിൽ തന്നെ TV, വീഡിയോ ഗെയിംസ്, ജയിലിൽ പോയി 1 മാസത്തിൽ തന്നെ പാർക്ക്, സിനിമ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോവുക, വളരെ കോസ്റ്റ്ലി ആയ വസ്ത്രങ്ങൾ. ഇങ്ങനെ പുറത്ത് അവർ ജീവിച്ചാൽ പോലും ഇത്രയേറെ ആഡംബരമായി അവർക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന രീതിയിലായിരുന്നു. നല്ലൊരു ജീവിതമായിരുന്നു ആ ജയിലിനുള്ളിൽ അവർക്ക് ലഭിച്ചത്. കൊന്നിട്ട് ജയിലിൽ പോയ ജോൺ റോബർട്ടിന് അതൊരു ശിക്ഷ പോലെ തോന്നിയില്ല. അവർ ചെയ്ത കാര്യത്തിന് അവരെ അഭിനന്ദിക്കുന്നത് പോലെയായിരുന്നു അവർക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി, ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കാൻ തുടങ്ങി. എന്നാൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല, യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. 2001 8 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം രണ്ടുപേരും 2 ഐഡന്റിറ്റിയിൽ പുറത്തു വന്നു. ജെയിംസിന്റെ അച്ഛൻ റോൾഫ് ബൾജർ ഒരു ജേർണലിസ്റ്റ് ഓഥറാണ്. ഇന്നുവരെയും തന്റെ കുഞ്ഞിനെ കൊന്നവർക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. 2013 മൈ ജെയിംസ് എന്ന പേരിൽ തന്റെ മകന് നടന്ന ക്രൂരമായ സംഭവങ്ങൾ കാണിച്ച് ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജെയിംസിന്റെ അച്ഛനും അമ്മയ്ക്കും തന്റെ മകന് ഇത്ര ക്രൂരമായ ഒരു അവസ്ഥയിൽ നഷ്ടപ്പെട്ടപ്പോൾ അത് അവർക്ക് എത്രത്തോളം വേദന നൽകി കാണും. പാരന്റിങ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കേസിലൂടെ അത് മനസ്സിലായിട്ടുണ്ടാകും. ആ 10 വയസ്സുള്ള ചെറിയ കുട്ടികളെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ വളർത്തുകയെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുമായിരുന്നു. അങ്ങനെയെങ്കിൽ യാതൊരു പാപവും ചെയ്യാത്ത ഒരു പാവം കുഞ്ഞായ ജെയിംസ് ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. ജോൺ റോബർട്ട് ജെയിംസിനെ കൊല്ലാനുണ്ടായ കാരണം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.